ഹരി ഓം. 22-ാമത്തേത് സ്കന്ധം 4 22-ാം അധ്യായത്തിലെ 22-ാം ശ്ലോകം തൊട്ട്. സാ ശ്രദ്ധയാ ഭഗവദ്ധർമ്മചര്യയാ ജിജ്ഞാസയാധ്യാത്മികയോഗനിഷ്ഠയാ യോഗേശ്വരോപാസനയാ ച നിത്യം പുണ്യശ്രവകഥയാ പുണ്യയാ ച. സാ ശ്രദ്ധയാ ഭഗവദ്ധർമ്മചര്യയാ ജിജ്ഞാസയാധ്യാത്മികയോഗനിഷ്ഠയാ യോഗേശ്വരോപാസനയാ ച നിത്യം പുണ്യശ്രവകഥയാ പുണ്യയാ ച. ഈശ്വരനോടുള്ള ആ സ്നേഹമാകട്ടെ, ആ പരമഭക്തി പരമപ്രേമമാകട്ടെ ശ്രദ്ധ കൊണ്ടും ഭാഗവത ധർമ്മത്തിൻ്റെ അനുഷ്ഠാനം കൊണ്ടും പിന്നെ അതുപോലെ തന്നെ തത്വവിചാരം ചെയ്തുകൊണ്ടും വേറെ പല മാർഗങ്ങളുണ്ട്. അഷ്ടാംഗ യോഗം മുതലായ ആ കുറേക്കൂടി കഠിനമായ രീതിയിലും പിന്നെ വേറൊരു ലളിത മാർഗമുണ്ട്, മഹാപുരുഷന്മാരെ സേവിച്ചുകൊണ്ടും. അത് കുറച്ചുകൂടി എളുപ്പമല്ലേ. ജ്ഞാനികളായിട്ടുള്ളവരെ, തപസ്വികളായിട്ടുള്ളവരെ നമ്മൾ ആചാര്യന്മാരെന്നൊക്കെ പറയുന്ന ആ ഒരു വന്ദിക്കേണ്ടതായിട്ടുള്ള വളരെ അറിവ് ജ്ഞാനവും ഒക്കെയുള്ള അവരെ പാദപൂജ ചെയ്യുന്നത് കൊണ്ട്, അവരെ മഹാപുരുഷന്മാരെ സേവിക്കുന്നത് കൊണ്ട്, അങ്ങനെ പുണ്യലീലാ ശ്രവണം കൊണ്ടും ലഭിക്കുന്നു. അത് വലിയൊരു കാര്യമാമോ. അവസാനം പറഞ്ഞു തന്നതാ പുണ്യലീലാ ശ്രവണം. പുണ്യശ്രവ കഥയാ പുണ്യയാ ച. അത്രയും പുണ്യം വേറെ ഒന്നുമില്ല. എന്താ ശ്രവണം. അതാ നവതാഭക്തിക്കകത്ത് പറയുന്നുണ്ട്. നവതാഭക്തി എന്ന് പറയുന്നതിനകത്ത് ആദ്യം അല്ലേ ശ്രവണം, കീർത്തനം. ശ്രവണം കഴിഞ്ഞേ ഉള്ളൂ. ഭാഗവതം ശ്രവിക്കണം എന്നാണ് പറയുന്നത്. ഗീത പഠിക്കണം, രാമായണം വായിക്കണം എന്ന് പറയും. രാമായണം വായിക്കണം, ഗീത പഠിക്കണം, ഭാഗവതം ശ്രവിക്കണം. ആ ശ്രവണമാണ് ഏറ്റവും ആവശ്യം. നമുക്ക് ഒന്നിനോടൊരു ഇഷ്ടം തോന്നണമെങ്കിൽ പല കാരണങ്ങൾ കൊണ്ടാണ്, നമ്മുടെ പല ഇന്ദ്രിയങ്ങൾ കൊണ്ടാണ് നമ്മൾ പലതും ഇഷ്ടപ്പെടുന്നത് അല്ലേ. ഒരു നല്ല ഭംഗിയുള്ള ഒരു കൃഷ്ണവിഗ്രഹം എവിടെയെങ്കിലും അവിടെയാണ് നമുക്ക് അതെന്താണ്, കണ്ണെന്ന ഇന്ദ്രിയത്തിൻ്റെ ഇതുകൊണ്ടാണ് അതിനോട് ആഗ്രഹം തോന്നിയത് നമുക്ക് അല്ലേ. ചെവി കൊണ്ട് അതിനോട് ആഗ്രഹം തോന്നുമോ? ഒരിക്കലുമില്ല. അപ്പം നമുക്കൊക്കെ എന്താ അവിടെ പ്രവർത്തിച്ച ഇന്ദ്രിയം? കണ്ണാണ്. ആ കണ്ണ് കൊണ്ട് ആ പ്രതിമ കണ്ടു, അത് നമുക്ക് വേണമെന്ന് തോന്നി, അതിനെ സ്വന്തമാക്കണമെന്ന് തോന്നി. ഇനി പ്രതിമയല്ല, നേരെ ഭഗവാനെ കണ്ടാലോ? ശരിക്കും ഈ പറഞ്ഞത് തന്നെ സംഭവിക്കുന്നത്. നമുക്ക് ഭഗവാനെ സ്വന്തമാക്കണം, നമ്മൾ ഭഗവാൻ്റേതാകണം എന്നങ്ങ് നമ്മൾ വിചാരിക്കും. അത്രയേ ഉള്ളൂ. അതുപോലെ ശ്രവണം, കീർത്തനം, അത് കീർത്തിച്ചുകൊണ്ട് നടക്കുക, അത് പാടിക്കൊണ്ട് നടക്കുക. വാഗൊണ്ട് പാടിയാലല്ലേ അത് നമുക്ക് സുഖമുണ്ടാകുന്നുള്ളൂ, വേറെ കേൾക്കുന്നവർക്ക്. അപ്പോൾ ശ്രവിക്കുന്നവരുമുണ്ട്, കേൾക്കുന്നവരുമുണ്ട് അല്ലേ. ഇത് പ്രതിമയുണ്ട്, കാണുന്നവരുമുണ്ട് എന്ന് പറഞ്ഞ പോലെ കേൾക്കുന്നവരുമുണ്ട്, അത് പറയുന്നവരുമുണ്ട്. അപ്പോൾ അത് രണ്ട് കൂട്ടർക്കും അത് സുഖമാണ്. ആ ശ്രവണം, അതാണ് ആ ശ്രവണം കൊണ്ട്, അത് ആ ചെവി കൊണ്ടാണ് നമ്മൾ ആ കർമ്മേന്ദ്രിയം കൊണ്ടാണ് നമ്മളതിനെ ഇഷ്ടമാകുന്നത്. അതിനോട് ഇഷ്ടമാകുന്ന ഏത് ഇന്ദ്രിയം കൊണ്ടാണ്? ചെവി കൊണ്ട് എന്ന് പറഞ്ഞല്ലേ. അത് ഇങ്ങനെ മഹാപുരുഷന്മാരെ സേവ ചെയ്യുന്നത് നമ്മുടെ ശരീരം കൊണ്ട് മുഴുവനുമാണ്. ഇങ്ങനെ ഈ പല കാര്യങ്ങൾ കൊണ്ട് ഈ ഭഗവാനോട് സ്നേഹം നമുക്ക് ഉണ്ടാകും, ഭഗവാനോടുള്ള പരമമായ പ്രേമം നമുക്കുണ്ടാകും. 23 ഒന്നുകൂടെ വായിക്കണോ അത്? സാ ശ്രദ്ധയാ ഭഗവദ്ധർമ്മചര്യയാ ജിജ്ഞാസയാധ്യാത്മികയോഗനിഷ്ഠയാ യോഗേശ്വരോപാസനയാ യോഗേശ്വരോപാസനയാ ച നിത്യം പുണ്യശ്രവകഥയാ പുണ്യയാ ച. ഇച്ഛ എന്ന് പറയുന്നത് എന്താ? നമ്മൾ മലയാളത്തിൽ നമ്മൾ പറയും അതും അങ്ങനെ അത് ചെയ്തും ശ്രവണം ചെയ്തും യോഗേശ്വരന്മാരുടെ പാദപൂജ ചെയ്തും ഉപാസന ചെയ്തും യോഗേശ്വരന്മാരെ ഉപാസന ചെയ്തും പിന്നെ അഷ്ടാംഗ യോഗം മുതലായ അതുകൊണ്ടും പിന്നെ ഈ ശ്രദ്ധ കൊണ്ടും ആ ശ്രദ്ധ കൊണ്ടും ഒക്കെ ഭഗവാനെ സേവിക്കാം.
അതെല്ലാം കൊണ്ട് ആ ലീലാശ്രവണം കൊണ്ട് നമുക്ക് ഈശ്വര പ്രേമം ഉണ്ടാകുന്നു. അർദ്ധേന്ദ്രിയാരാമസ ഗോഷ്ഠ്യ തൃഷ്ണയാ തത്സമ്മതാനാം അപരിഗ്രഹേണ ച വിവിക്തരുച്യാ പരിതോഷ ആത്മൻ വിനാഹരേർഗുണപീയൂഷപാനാത്. അർദ്ധേന്ദ്രിയാരാമസ ഗോഷ്ഠ്യ തൃഷ്ണയാ തത്സമ്മതാനാം അപരിഗ്രഹേണ ച വിവിക്തരുച്യാ പരിതോഷ ആത്മൻ വിനാഹരേർഗുണപീയൂഷപാനാത്. ധനത്തിലും ഇന്ദ്രിയങ്ങളിലും, ഇന്ദ്രിയങ്ങൾ കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും, 5 കർമ്മേന്ദ്രിയങ്ങളും 5 ജ്ഞാനേന്ദ്രിയങ്ങളും, മനസ്സ്, ബുദ്ധി, അഹങ്കാരം ഇങ്ങനെ മുതലായ മനസ്സിൻ്റേതായ വേറെ അതും കൂടെ അന്തർയാമിയായിട്ട് ഇരിക്കുന്ന ഹൃദയത്തിൽ നിന്നുണ്ടാകുന്ന അന്ധകരണം അതും കൂടെ കൂട്ടാം. അങ്ങനെ 11 എന്ന് പറയും ഈ ഇന്ദ്രിയങ്ങളെ. അതിൽ മാത്രം അങ്ങനെ രസിച്ചുകൊണ്ടിരിക്കുന്ന ആ വിഷയങ്ങൾ, അതൊക്കെ വിഷയങ്ങളാണ്, ഓരോരോ വിഷയങ്ങളാണ്, വാസനകളാണ് അതൊക്കെ. അതിൻ്റെ കൂടെ ഇരുന്ന് സംഭാഷണം ചെയ്യാനുള്ള ആഗ്രഹമില്ലായ്മ കൊണ്ട്, അതൊന്നും വലിയ ആഗ്രഹം തോന്നാതെ ഇരിക്കുക, അതുകൊണ്ടും അവർക്ക് സമ്മതങ്ങളായവയെ സ്വീകരിക്കാതിരിക്കുന്നത് കൊണ്ടും. കാരണം ഈ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നിടത്ത് അത് പറയുന്നതിനോട് ചേരാതിരിക്കുകയും അതിനോട് ഒരുപാട് അടുക്കാതിരിക്കുകയും അകന്ന് നിൽക്കുക. അങ്ങനത്തെ സ്ഥലത്ത് അവർ പറയുന്നത് തന്നെ, അതായത് ഇങ്ങനത്തെ ഈ വിഷയ രസങ്ങൾ പറയുന്നവരുടെ അടുത്ത് നിന്ന് മാറി നിൽക്കുക. അതിനോട് യോജിക്കാതെ നമ്മൾ വിയോജിച്ച് നിൽക്കുക. ഭഗവാന്റെ ഗുണഗണങ്ങളെ പ്രകാശിപ്പിക്കുന്ന അങ്ങനെയുള്ള കഥകൾ കേൾക്കാൻ, അതുപോലെ ആ ലീലാമൃതം, ആ ഭഗവാന്റെ ആ ലീലകൾ, ഭഗവാന്റെ ആ കളികൾ നമ്മൾ എന്നും കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ തരം കളികൾ ഇപ്പോഴും, അതായത് വൃന്ദാവനത്തിലാടിയ കളികൾ പോലെ തന്നെ നമ്മുടെ നിത്യജീവിതത്തിലും ഭഗവാൻ ഓരോ കളികൾ കളിക്കുന്നുണ്ട്. നമ്മളത് അറിയുന്നില്ലെന്നേ ഉള്ളൂ. നമ്മളത് അറിയുന്നില്ലെന്ന് പറയാമോ? സത്യത്തിൽ അറിയുന്നില്ലെന്ന് ഞാൻ പറയില്ല, അറിയുന്നുണ്ട്. നമുക്ക് അറിയാമെങ്കിൽ അറിയുന്നില്ലെന്ന് നടിക്കും നമ്മൾ. സന്തോഷ ഗുണങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ അങ്ങ് ആഹ്ലാദിക്കും. അതൊരിക്കലും ഭഗവാന്റെ ഒരു ഇതായിട്ട് ഒരു വാക്കിൽ ഒതുക്കാൻ നോക്കും നമ്മൾ. പക്ഷേ ദുഃഖമാണെങ്കിലോ അത് നമ്മൾ ഭഗവാനെ പഴിച്ചുകൊണ്ടേയിരിക്കും. അതാണ് ഒരു മനുഷ്യനല്ല, ഒരുപാട് ഭക്തിയുള്ളവരൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ പറയുന്നത്. ഭഗവാനെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നതാണ് അങ്ങനെ ഒരു തോന്നൽ. എനിക്ക് എന്തെങ്കിലും അതുപോലെ ഒരു ആവശ്യം നമ്മളാരും തീരുമാനിക്കുന്നതല്ല. നമുക്ക് ദുഃഖമോ സുഖമോ ഉണ്ടാകുന്നത് നമ്മൾ തീരുമാനിച്ചിട്ടല്ല എന്ന് തന്നെ വിശ്വസിക്കുന്നയാളാണ് ഞാൻ. അപ്പം ദുഃഖം എന്തെങ്കിലും നമുക്ക് തീവ്രമായൊരു ദുഃഖം ഉണ്ടാവുകയാണെങ്കിൽ ഭഗവാനെ പഴിക്കാൻ തോന്നരുതേ എന്ന് ഞാൻ ഓർക്കാറുണ്ട്. കാരണം നമുക്ക് തന്ന സുഖങ്ങളെ ഒന്നും നമ്മൾ ഭഗവാനെ പുകഴ്ത്തി പാടി നടന്നിട്ടില്ല, അല്ലേ? പാടി നടന്നിട്ടില്ല. ദുഃഖം വരുവാണെങ്കിൽ നമ്മൾ പറഞ്ഞ് നടക്കും. ഭഗവാൻ എനിക്കിങ്ങനെ വരുത്തിയല്ലോ നമ്മൾ ഒരു ദിവസം എത്ര പേരെ കാണുന്നുണ്ടോ അവരോടൊക്കെ പറയും. ഒരു സന്തോഷം വന്നാൽ നമ്മൾ ഒരിക്കലും അത് അത്രയും പ്രാവശ്യം പറയുന്നുണ്ടെന്ന് തോന്നുന്നില്ല. ഞാൻ പറയാറില്ല. അപ്പോൾ അതൊക്കെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എന്ന് പറയുന്നത് എത്ര പേരോട് പറയും? എപ്പോഴും പറഞ്ഞാലോ അവർ ഓർക്കുകയല്ലേ, ഇതന്നെ എപ്പോഴും ഈ ഭഗവാനെ എന്ന് വെച്ചു. പിന്നെ അവരുടെ പേരും കൂടെ പിന്നെ ഭഗവാനെന്നോ ഭഗവതിയെന്നോ ആകും, കളിയാക്കുന്ന പോലെ ആകും അത് ഒക്കെ. അതുകൊണ്ട് നമ്മൾ സുഖം വന്നാലേ ബോധമുള്ളവർ എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഇതൊക്കെ പഠിക്കുന്നതുകൊണ്ട് നമുക്കൊരിതുണ്ട്, ദ്വന്ദ്വങ്ങളിൽ സമമായിരിക്കണം. അതുകൊണ്ട് സുഖം വന്നാലും ദുഃഖം വന്നാലും ഏകദേശം ഒരുപോലെയൊക്കെ നമ്മൾ പ്രകടിപ്പിക്കുകയുള്ളൂ. മനസ്സിൽ വളരെ സുഖം സന്തോഷം ഒരുപാടുണ്ടെങ്കിൽ നമ്മൾ പ്രകടിപ്പിക്കുമ്പോൾ നമ്മളതൊന്ന് അതിനെ അടിച്ചമർത്തിയിട്ട് നമ്മൾ ആ ഒരു സന്തോഷം പ്രകടിപ്പിക്കുകയുള്ളൂ. ഇത്തിരിയൊക്കെ അറിവും ബോധമുള്ളവർ വെറുതെ അങ്ങ് ആഹ്ലാദിച്ച് ഇളകിത്തെറിച്ച് നടക്കത്തില്ലല്ലേ? അത് അറിവ് കൊണ്ടാണ്, ജ്ഞാനം കൊണ്ടാണ്. ദുഃഖം ഉണ്ടാകുമ്പോഴും അങ്ങനെ തന്നെ വേണം. പക്ഷേ അപ്പോഴും നമ്മൾ എനിക്ക് തോന്നുന്നത് ആ കാര്യത്തിൽ ദുഃഖം നമ്മൾ കുറേ കൂടെ പരസ്യമായിട്ട് നമുക്ക് അനുവദിച്ചിട്ടുണ്ട്. അത് അല്ലേ, മനുഷ്യർക്ക് അനുവദിച്ചിരിക്കുന്നത് പോലെയാണ് തോന്നുന്നത്. കരയാനും പറയാനും, കരഞ്ഞില്ലെങ്കിൽ അത് കുറ്റമായിട്ട് മാറി നിന്നിട്ട് അവർ കരഞ്ഞില്ല, അവർ സങ്കടപ്പെട്ടില്ലെന്ന് പറയും. ദുഃഖം അത്രയും വന്നിട്ട് കണ്ടോ അവരുടെ തൻ്റെ ഇടം എന്നൊക്കെ പറയും. സുഖം വന്ന് സന്തോഷിച്ചാലോ അവരുടെ തുള്ളൽ കണ്ടില്ലെന്ന് പറയും. എന്താണ് അവരുടെ ഒരു അഹങ്കാരം കണ്ടില്ല, എന്ത് ഇതായിട്ടാണ് പറയുന്നത്, അവരുടെ ഗുണഗണങ്ങളെക്കുറിച്ച് വർണ്ണിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ആ സന്തോഷം വന്നപ്പോൾ അവർക്ക് അതുണ്ടായതിനെക്കുറിച്ച് അവരിന് മാത്രം പറഞ്ഞു നടക്കാൻ എന്താ ഉള്ളത്, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. ഇതൊന്നും ഇല്ലാതിരിക്കണേ ഭഗവാനെ. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒന്നതാ, ഒന്നിലും ഒരു അധികമായ വാക്ക് വായിൽ നിന്ന് വരാതിരിക്കണേ നമുക്കെന്ന്. അതുപോലെ ദുഃഖമുണ്ടാകുമ്പോൾ ഭഗവാനെ പഴിക്കാതിരിക്കണേ. ഞാൻ എപ്പോഴും ഓർക്കുന്നത് അത്. കാരണം ഭഗവാന്റെ കുറ്റമല്ലത്, നമ്മൾ ഭഗവാൻ നമ്മളോടുള്ള സ്നേഹക്കുറവുണ്ടല്ല, നമ്മളുടെ
വാസന കൊണ്ടാണ് നമുക്ക് ദുഃഖങ്ങൾ, ആ പൂർവ്വജന്മ വാസന കൊണ്ടോ നമ്മൾക്ക് വിഷയങ്ങളിലുണ്ടായിരുന്ന താല്പര്യം കൊണ്ടോ നമ്മളിപ്പോൾ നമുക്ക് ആ ഒരു ദുഃഖം ഭഗവാൻ തന്നു. അത് നിർവചിച്ച് വെച്ചിരിക്കുന്നത്. അത് നമുക്ക് നമ്മളിങ്ങോട്ട് പോന്നപ്പോഴേ ഇത്രയൊക്കെ അനുഭവിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അനുഭവിച്ചേ തീരൂ. അങ്ങനെ തീരൂ. ചിലരത് വരദാനമായിട്ട്, വൃത്രാസുരനെ പോലെ അത് വരദാനമായിട്ട് അങ്ങ് സ്വീകരിച്ചോളുക. അത് കഴിഞ്ഞിട്ട് നിർത്തിക്കൊള്ളുക, അടുത്ത ജന്മത്തിലോട്ട് പൊക്കോളുക. അപ്പോൾ ഭഗവാന്റെ ഗുണഗണങ്ങൾ പ്രകാശിപ്പിക്കുന്ന ആ ലീലാമൃത പാനത്തിന്, ആ ഭഗവാന്റെ ലീല, ഭഗവാൻ എന്നും ലീല ആടിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞപ്പോൾ ഇത്രയൊക്കെ പറയേണ്ടി വന്നത്. ആ നമുക്ക് തരുന്ന സുഖം ദുഃഖങ്ങളെല്ലാം ഭഗവാന്റെ ലീലകളാണ്. അതിന് ഒരവസരം കിട്ടാതിരിക്കുമ്പോൾ അതുപോലെ ആത്മചിന്തയിൽ പരിദോഷമുണ്ടാകുകയും അതുകൊണ്ട് ഭക്തി ലഭിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഭക്തി ലഭിക്കും. അത് സത്യമായുള്ള കാര്യമാണ്. ഹരിയോ 24-ാമത്തേത്. അഹിംസയാ പാരമഹംസ്യ ചര്യയാ സ്മൃത്യാ മുകുന്ദചരിതാഗ്രസീധുന യമൈരകാമൈർ നിയമൈശ്ചാപ്യ നിന്ദയാ നിരീഹയാ ദ്വന്ദ്വതിതിക്ഷയാ ച അഹിംസയാ പാരമഹംസ്യ ചര്യയാ സ്മൃത്യാ മുകുന്ദചരിതാഗ്രസീധുന യമൈരകാമൈർ നിയമൈശ്ചാപ്യ നിന്ദയാ നിരീഹയാ ദ്വന്ദ്വതിതിക്ഷയാ ച. വാക്കുകൾ പറയാം. അഹിംസയാ പാരമഹംസ്യ ചര്യയാ സ്മൃത്യാ മുകുന്ദചരിത അഗ്രസീധുന യമൈർ അകാമൈർ നിയമൈശ്ച അപി നിന്ദയാ നിയമൈഃ ച അപി നിന്ദയാ യമൈര അകാമൈർ നിയമൈശ്ചാപ്യ നിന്ദയാ. അത് എന്താ പറയുന്നത്? അഹിംസ കൊണ്ടും അതുപോലെ തന്നെ മഹാപുരുഷന്മാരുടെ യോഗനിഷ്ഠ കൊണ്ടും അതുപോലെ തന്നെ നമ്മളുടെ മനസ്സിൻ്റെ ആഗ്രഹം കൊണ്ടും നമ്മൾ അനുസന്ധാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടും അതിനെ ആചരിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ടും ഭഗവാന്റെ ദിവ്യമായ ലീലാമൃത ആസ്വാദനം എന്തൊക്കെയാണ്? യമം, കാമങ്ങളെ വേണ്ടെന്ന് വയ്ക്കുക, നിയമങ്ങൾ, അതുപോലെ മാർഗാന്തരം എന്ന് വെച്ചാൽ അത് ഓരോന്ന് വന്ന് ഭവിക്കുമ്പോൾ ഓരോന്നിലോട്ട് എത്തിപ്പെടുമ്പോൾ നിന്ദിക്കായിക. അതുപോലെ തന്നെ എല്ലാവരുടെയും ക്ഷേമാർത്ഥം, എന്തിൻ്റെയും നന്മയ്ക്ക് വേണ്ടിയുള്ള കർമ്മം, എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ടുള്ള കർമ്മം ചെയ്യാതിരിക്കൽ. യോഗക്ഷേമം എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു കാര്യം ഒരാൾക്ക് നല്ലത് വരുന്നത് കൊണ്ട് കർമ്മം ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ സുഖദുഃഖാദി ദ്വന്ദ്വങ്ങൾ എന്ന് പറയുന്നത് ഞാൻ പല പ്രാവശ്യം നമ്മൾ പറഞ്ഞ് ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. ദ്വന്ദ്വങ്ങൾ, സുഖം, ദുഃഖം, മാനം, അപമാനം, നിന്ദ, സ്തുതി, ഇതിനെല്ലാം ഒരേപോലെ കാണുക. അതുപോലെ തന്നെ സഹിക്കുക, സഹനം, തിതിക്ഷ ചെയ്യുക എന്ന് പറയുന്നത് സഹിക്കുക. അതിനെ കൊണ്ടും ഭക്തി ഉണ്ടാകുന്നു. ആ ദ്വന്ദ്വങ്ങൾ എന്നുള്ളത് അതൊരു വിശദമായ കാര്യമാണ്. അത് നമ്മളെ ആരെങ്കിലും സ്തുതിക്കുകയോ ആണെങ്കിൽ ആ സന്തോഷമാണ്, നിന്ദിക്കുകയാണെങ്കിലും അതിലും ഒരേപോലെ കാണുക. അപ്പോൾ രണ്ടിനെയും ഒന്നുപോലെ കാണുക എന്ന് പറയുന്നത് ദ്വന്ദ്വങ്ങളെ സമമായി വിചാരിക്കുക എന്ന് ആചാര്യന്മാർ പറയാറുണ്ട്. ജ്ഞാനികളായിട്ടുള്ളവരുടെ ഒരു ലക്ഷണമാണത്. അത് സന്തോഷിക്കുകയാണെങ്കിൽ അപ്പം അത് നമ്മളെ ഒരാൾ സ്തുതിക്കുക. അതൊരു ഉദാഹരണം ഞാൻ പറയാം. ഒരാൾ നമ്മളെ സ്തുതിച്ചു അല്ലെങ്കിൽ നമ്മളെ വന്ദിച്ചു എന്നിരിക്കട്ടെ. നമ്മളെ ഒന്ന് കരുതി അവർ ഒരാളിനെ കണ്ടാൽ ആ ഗുരുവിനെ കാണുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട ഒരു ഉപചാരം ചെയ്തു, അതവർ ചെയ്യേണ്ടതാണല്ലോ എന്നുള്ള ഭാവത്തിൽ നമ്മളെ നിൽക്കുകയല്ല വേണ്ടത്, അല്ലേ? അവർക്ക് ഒരു സന്തോഷം തോന്നും. ഹരിയോം ഇങ്ങോട്ട് നമ്മളോട് പറയണേ ഹരിയോം. നമ്മുടെ ചിലർ കാലേ തൊട്ട് നമ്മൾ ഗുരുക്കന്മാരുടെ ആചാര്യന്മാരുടെ കാലേ തൊട്ട് വന്ദിക്കാറുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ അതും അവർ സന്തോഷപൂർവ്വം സ്വീകരിച്ചതായിട്ട് കാണുക. സന്തോഷപൂർവ്വം ഇതന്നെ കാണിക്കുന്നത്, ഇങ്ങോട്ട് വന്ന് എന്നുള്ള ഭാവത്തിൽ അവർ ദേഷ്യപ്പെട്ട് നോക്കുകയാണെങ്കിൽ അവരുടെ മനസ്സ് വിഷമിക്കും. അപ്പോൾ അതല്ലാതെ അവരെ നമ്മളിലേക്കൊന്ന് അടുപ്പിക്കുക. അവരെ ചെയ്തതിനെ ഞാൻ കണ്ടു, എനിക്ക് സന്തോഷമായി, അല്ലെ എനിക്ക് അവരൊന്ന് ചിരിച്ച് കാണിക്കുകയെങ്കിലും ചെയ്യുക. അത് ചെയ്യേണ്ടതാണ്, അതിന് തെറ്റൊന്നുമില്ല. അതോ ഇനി ഒരാൾ നിന്ദിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക, അപ്പോൾ ചിരിച്ചുകൊണ്ട് നിൽക്കുകയും വേണ്ട. നമ്മളവിടെ നിന്ന് പതുക്കെ പിണങ്ങിയൊന്നും പോകണ്ട. കുറച്ച് നേരം അവിടെ കേട്ടോണ്ടിരുന്ന് നിർവികാരമായിട്ട് കേട്ടോണ്ട് നിന്നിട്ട് മാറിപ്പോവുക. അവരെ അതിന് വെല്ലുവിളിക്കുകയോ നമുക്കുള്ള
അത് നമ്മുടെ പേരിൽ, അതായത് സ്വന്തമായിട്ട് നമുക്ക് പറയാനുള്ളതിനൊരു വിശദീകരണം അവിടെ വെച്ച് കൊടുക്കേണ്ടതേയില്ല. അപ്പം നിന്ദിച്ച് പറയുമ്പോൾ നമ്മൾ അവിടെ വെച്ച് അതിനൊരു വിശദീകരണം കൊടുക്കാതിരിക്കുക. പിന്നീട് എപ്പോഴെങ്കിലും അവർക്ക് അവസരം കിട്ടുമ്പോൾ അവരെ നമുക്ക് അത് ഭഗവാൻ നമ്മളെ നമ്മുടെ കയ്യിൽ കൊണ്ട് എത്തിച്ചു തരും. കുറച്ച് അവിടെ വെയിറ്റ് ചെയ്യണമെന്നേ ഉള്ളൂ. കുറച്ച് നമ്മളൊന്ന് ക്ഷമയോടെ ഇരിക്കുക. അവരെ നമ്മുടെ കയ്യിൽ ഭഗവാൻ എത്തിച്ചു തരും. അപ്പോൾ പറയുക, അന്ന് പറഞ്ഞത്, നിങ്ങൾ അന്ന് എന്നെ വിമർശിച്ചത് നമ്മൾ തെറ്റാണെങ്കിൽ അംഗീകരിച്ച് അങ്ങ് പറഞ്ഞത് ശരിയാണെന്ന് സമ്മതിക്കുക. നിന്ദിച്ചെങ്കിൽ അല്ല, അദ്ദേഹം പറഞ്ഞതിലല്ല, അത് ഇതിനകത്ത് ഇങ്ങനൊരു കാര്യം കൂടി ഉണ്ടെന്നുള്ള കാര്യം അറിയാതെയാണ് ആ ആൾ നമ്മളെ നിന്ദിച്ചതെങ്കിൽ പറയുക, ഇങ്ങനൊരു സാഹചര്യത്തിലാണ് നിങ്ങൾ ആ പറയേണ്ട വാക്കുകൾ എൻ്റെ പേരിലുള്ള ആരോപണം ഉണ്ടായത് കേട്ടോ, അല്ലാതെ ഞാൻ മനഃപൂർവ്വം ഉണ്ടാക്കിയതല്ല എന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു വിശദീകരണം അപ്പോൾ കൊടുക്കാം. പക്ഷെ നിന്ദിച്ച് ആ ആൾ അത്രയും ഇതായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നിന്ദാവാക്കുകൾ പറയുന്ന സമയത്ത് അതിനൊരു വിശദീകരണം കൊടുക്കാൻ ശ്രമിക്കാതിരിക്കുക. കാരണം അപ്പോൾ അവർക്ക് അവരുടെ ചെവിയിൽ ഇതൊന്നും എത്തുന്നില്ല. അവരാ പറയേണ്ടത് പറയാനായിട്ടുള്ള ശ്രമത്തില്ല. അത് പറഞ്ഞോട്ടെ അവർ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് ശ്രമിക്കുക. ഇതൊന്ന് പറയണമെന്ന് ഞാൻ പല പ്രാവശ്യം ഓർത്തിട്ടുണ്ട് കേട്ടോ. എന്താണ് ഇങ്ങനെ ഈ ദ്വന്ദ്വങ്ങളിൽ സമമായിരിക്കുക എന്നുള്ള ഒരൊറ്റ വാക്കിൽ പറഞ്ഞാലൊന്നും നമുക്ക് മനസ്സിലാവില്ല. നമുക്ക് മനസ്സിലാകാനാണല്ലോ നമ്മൾ ഭാഗവതം പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഇതുപോലെയൊക്കെ ചെയ്യുന്ന ആളുകൾ ഭഗവാന്റെ ഭക്തരായിത്തീരും എന്നാണ് പറഞ്ഞത്. 25 ഹരേർ മുഹുസ്തത്പരകർണപൂര ഗുണാഭിധാനേന വിജൃംഭമാണയാ ഭക്ത്യാ ഹ്യസംഗ സദസത്യനാത്മനി സ്യാദ് നിർഗുണേ ബ്രഹ്മണി ചാഞ്ചസാരിതി. ഒന്നുകൂടെ വായിക്കാം, അത് ശരിയായില്ല വായിച്ചത്. ഹരേർ മുഹുസ്തത്പരകർണപൂര ഗുണാഭിധാനേന വിജൃംഭമാണയ ഭക്ത്യാ ഹ്യസംഗ സദസത്യനാത്മനി സ്യാദ് നിർഗുണേ ബ്രഹ്മണി ചാഞ്ചസാരിതി. ആ വാക്കുകൾ പറയാം. ഹരേർ മുഹുഹു തത്പരകർണപൂര ഗുണാഭിധാനേന വിജൃംഭമാണയ ഭക്ത്യാ ഹി അസംഗ സദസത്യനാത്മനി സ്യാദ് നിർഗുണേ ബ്രഹ്മണി ച അഞ്ജസ രതിഹി. അതുപോലെ ഇന്ന് ഹരേർ മുഹുസ്തത് പരകർണപൂര ഗുണാഭിധാനേന വിജൃംഭമാണയാ ഭക്ത്യാ ഹ്യസംഗ. അതുപോലെ ഈ പരമഭക്തന്മാരുടെ ചെവിയെ കുളിർപ്പിക്കുന്ന അവരുടെ ശ്രവണേന്ദ്രിയത്തിന് സുഖം പകർന്നു കൊടുക്കുന്ന ആ ഭഗവാന്റെ ഗുണഗണങ്ങളെ കീർത്തനത്താലും അതുപോലെ നിരന്തരം വർദ്ധിച്ചു വരുന്ന ഭക്തി കൊണ്ടും പ്രപഞ്ചത്തിൽ വൈരാഗ്യവും, അതായത് ഈ കാണുന്ന പ്രപഞ്ചത്തിലെ കാര്യങ്ങളോട് വൈരാഗ്യം എന്ന് പറഞ്ഞാൽ വിരാഗത എന്ന് വെച്ചാൽ അതിനോടുള്ള രാഗം എന്ന് പറഞ്ഞാൽ അടുപ്പം, ആ രാഗം ഇല്ലാതിരിക്കുക, വിരാഗം. ആ സച്ചിദാനന്ദത്തിൻ്റെ ആ സത്തചിത്ത ആനന്ദം എന്നുള്ള ആ പരമമായ അതാണ് ഭഗവാൻ. ആ ഭഗവാനിൽ എപ്പോഴും സ്നേഹം രതിയും എന്ന് വെച്ചാൽ അതിനോടുള്ള അങ്ങ് സ്നേഹം, പരിപൂർണ്ണ സ്നേഹം, അതും വിഷമമെന്നിയെ കിട്ടിക്കൊള്ളും. ഒരു ഭക്തന് അത് വന്ന് ചേരും. ആ ആളിൻ്റെ അടുത്ത് ഒരു വിഷമവും കൂടാതെ അത് എത്തിച്ചേരും, അത് ലഭിക്കും. ഹരി ഓം.